ഹലോ. കോവയ്ക്ക ഇങ്ങനൊന്ന് ഫ്രൈ ചെയ്ത് നോക്കട്ടോ. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ട്ടോ. കോവയ്ക്ക അധികം കഴിക്കാത്തത് കുട്ടികളായിരിക്കും അല്ലേ. അപ്പോൾ കുട്ടികൾക്ക് ഇങ്ങനെ വറുത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല രസമാണ് കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ കോവയ്ക്ക എന്ന് പറയത്തേ ഇല്ല. എന്തോ ഒരു നോൺ വെജ് കഴിക്കുന്ന ഒരു ടേസ്റ്റിൽ നമുക്ക് കഴിക്കാം. കുട്ടികളെയും പറ്റിക്കാം കേട്ടോ. അത്രയ്ക്കും ടേസ്റ്റി ആയിട്ടുള്ളൊരു അടിപൊളി ഈവനിങ് സ്നാക്ക് കേട്ടോ. നമുക്ക് ചോറിൻ്റെ കൂടെ എങ്ങനെ വേണമെങ്കിലും കഴിക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ്. ക്രിസ്പി ആയിട്ട് നമുക്ക് പച്ചക്കറി ഇങ്ങനൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഇഷ്ടപ്പെടും കേട്ടോ. അപ്പം ആദ്യം തന്നെ കുറച്ച് കോവയ്ക്ക എടുത്തതിന് ശേഷം അത് നമ്മൾ രണ്ടായിട്ട് കട്ട് ചെയ്തതിന് ശേഷം കുറച്ച് നീളത്തിൽ ഇങ്ങനെ ചെറുതായി അരിയണം കേട്ടോ. വലിയ വീതിയിൽ അരിയല്ല, നമുക്ക് ഫ്രൈ ചെയ്ത് കിട്ടാൻ പാടായിരിക്കും. ഈ കോവയ്ക്കയ്ക്ക് ഇച്ചിരി വേവുള്ളത് കൊണ്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് അരിഞ്ഞതിന് ശേഷം ഫ്രൈ ചെയ്താൽ നമുക്ക് പെട്ടെന്ന് മൊരിഞ്ഞ് കിട്ടും. അല്ലെങ്കിൽ കുറേ നേരം എണ്ണയിൽ ഇങ്ങനെ ഇടേണ്ടി വരും. അത് കാരണം നമ്മൾ ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം ഒന്ന് നീളത്തിൽ അരിഞ്ഞെടുക്കുക. ഈ ഒരു ഷേപ്പിൽ മൊത്തമായിട്ട് അരിഞ്ഞെടുക്കുക. കുറച്ച് നമ്മളെടുത്താൽ മതി. അന്നത്തേക്ക് നമുക്ക് ഇത്രയും തന്നെ അരിഞ്ഞ് വരുമ്പോൾ ഒരുപാടുണ്ടാവും കേട്ടോ. നല്ല ഒരുപാട് ഗുണങ്ങളൊക്കെ ഉള്ള ഒരു അടിപൊളി പച്ചക്കറിയാണ് ഇത്. നമ്മളല്ലാതെ ഇങ്ങനെ മെഴുക്കുവരട്ടി പോലെയൊക്കെ വെച്ച് കൊടുത്താൽ കഴിക്കില്ല. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ അതൊന്ന് കട്ട് ചെയ്തിട്ടതിന് ശേഷം 2 പച്ചമുളക് അതേ നീളത്തിൽ അരിഞ്ഞ് കൊടുക്കുക. പിന്നെ കുറച്ച് മുളക് പൊടി, പിന്നെ കുറച്ച് മല്ലിപ്പൊടി കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ വേണ്ടത് കായാണ്. കായ ഇടുമ്പോൾ ഒരു പ്രത്യേക സ്വാദാണ് കേട്ടോ. അത് എന്ത് വറക്കുമ്പോഴും ഇട്ട് കൊടുത്താൽ നല്ല സ്വാദാണ് കേട്ടോ. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതിനകത്തോട്ട് ഒരു കുഞ്ഞുള്ള് ഗരം മസാലയും കൂടെ ആഡ് ചെയ്യുക കേട്ടോ. നല്ല ടേസ്റ്റാണ്. പിന്നെ 2 ടേബിൾ സ്പൂൺ കടലമാവാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് അതിന് ശേഷം 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് കുറച്ച് ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂണ് അരിപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തത്. എന്നിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നന്നായിട്ട് ഒരുപാട് വെള്ളം കൂടാതെ നല്ല മൊരിഞ്ഞ് കിട്ടുന്ന രീതിയിൽ നമ്മൾ കുഴച്ചെടുക്കുക. കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് കുഴഞ്ഞ് കിട്ടും കേട്ടോ. അപ്പം നമ്മുടെ മസാലകളൊക്കെ തേച്ച് നന്നായിട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. എല്ലാം പിടിച്ച് കിട്ടും. ഞാനിപ്പോൾ അങ്ങനെ വെക്കുന്നില്ല. അതോടുകൂടെ തന്നെ നമ്മൾ എണ്ണയിലിട്ടൊന്ന് വറുത്തെടുക്കാം കേട്ടോ. നല്ല ഒരുപാട് ഗുണങ്ങളൊക്കെ ഉള്ളൊരു നല്ലൊരു പച്ചക്കറിയാണ്. പൊതുവെ ആർക്കും ഇഷ്ടമില്ലാത്തൊരു സാധനമാണ്. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇതിങ്ങനെ മെഴുക്കോട്ടി വെക്കുമ്പോഴത്തേക്കും അതിൻ്റെ ഈ കിളുകൾ പോലെ ഇങ്ങനെ ഇരിക്കുന്ന ഒരു പശ പോലെ ഉണ്ടല്ലോ, അത് പൊതുവെ ആർക്കും ഇഷ്ടമുണ്ടാവില്ല. പക്ഷേ അതും ഗുണമാണ്. അധികം ആൾക്കാർക്കും ഇഷ്ടമാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ആരും മറക്കല്ല കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അതൊന്ന് തിരിച്ചും മറിച്ചുമൊക്കെ എന്നിട്ട് വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ ഒരുപാട് കരിഞ്ഞു പോലെ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അതൊരു നോൺ വെജ് കഴിക്കുന്നൊരു ഫീലാണ്. കോവയ്ക്കാന്നൊന്നും പറയാതെ കുഞ്ഞുങ്ങളെയൊക്കെ പറ്റിക്കാൻ പറ്റും കേട്ടോ. അത്രയ്ക്കും ആ കോവയ്ക്കയുടെ യാതൊരു ടേസ്റ്റും ഇല്ലാത്ത വേറൊരു സ്പെഷ്യൽ ടേസ്റ്റാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. എന്നാൽ ഹെൽത്തിയാണ്. നമ്മൾ കുട്ടികൾക്കൊക്കെ പച്ചക്കറി കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ ഇത് മാത്രമൊന്നുമല്ല കേട്ടോ. വെണ്ടയ്ക്ക, ബീട്രൂട്ട് ഇതൊക്കെ ഇങ്ങനെ വറുത്ത് കൊടുക്കാൻ കഴിക്കുമ്പോൾ നല്ല സ്വാദാണ് കേട്ടോ. നമ്മൾ ആ പച്ചക്കറിയാണെന്ന് പോലും നമുക്കറിയാൻ പറ്റില്ല. അത്രയ്ക്കും ടേസ്റ്റിയാണ് കേട്ടോ. നല്ല ഒരു അടിപൊളി ഒരു സ്നാക്കായിട്ട് ഈവനിങ് കുട്ടികൾ വരുമ്പോൾ കൊടുക്കുകയും ചെയ്യാം കേട്ടോ. നല്ല അടിപൊളി വെറൈറ്റി ആയിട്ടുള്ളൊരു ടേസ്റ്റോട് കൂടി ഒരു നല്ല സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇതാ നമ്മുടെ കോവയ്ക്ക വറുത്തത് നല്ല രീതിയിൽ റെഡിയാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. പച്ചക്കറി എന്ന് കേൾക്കുമ്പോൾ ഓടുന്ന കുട്ടികളായിരിക്കുമല്ലേ. എനിക്കൊരു മോനുണ്ട്. മോനാണെങ്കിൽ പച്ചക്കറി തൊടുകയില്ല. അപ്പം ഞാൻ ഇങ്ങനെയുള്ള കുറേ പൊടിക്കൈകളൊക്കെ നോക്കിയിട്ടാണ് അവനെ കൊണ്ട് കഴിപ്പിക്കുന്നത്. പക്ഷേ അവനത് അറിയുക പോലും ഇല്ല. അത് അറിയാതെ എന്നെ എന്തെങ്കിലും കള്ളത്തരമൊക്കെ പറഞ്ഞ് നോൺ വെജ് ആണെന്ന് പറഞ്ഞാണ് അവനെ കഴിപ്പിക്കുന്നത്. പക്ഷേ ആ കുഞ്ഞുങ്ങൾ അത്ര ടേസ്റ്റോടെ കഴിക്കണമെങ്കിൽ നല്ല രുചിയായിട്ടാണ്. അപ്പം നമ്മൾ അതുപോലെ ട്രൈ ചെയ്ത് കൊടുത്താൽ അവരെന്തും കഴിക്കും കേട്ടോ. അപ്പോൾ കുഞ്ഞുങ്ങൾക്കും ഏറെ ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഞാൻ ഉണ്ടാക്കിയേക്കുന്നത്. ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എല്ലാവരും കമൻറ്റിലൂടെ വന്ന് പറയാം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ താങ്ക്സ്.